നമസ്കാരം. ഇന്ന് പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചില ചരിത്ര വസ്തുതകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രകൃതി ദുരന്തത്തിന് മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനായി പകച്ചു നിൽക്കും. ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യരുടെ ജീവനെടുത്ത പ്രകൃതി ദുരന്തങ്ങളെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിൽ ആ പ്രകൃതി ദുരന്തത്തിൽ ഏറ്റവും വലുത് ഭൂകമ്പമാണ്. ഭൂകമ്പം മൂലം തകർന്നടിഞ്ഞ അന്ത്യോക്യ അഥവാ ആൻറ്റിയോക്ക് എന്ന പട്ടണത്തെപ്പറ്റിയുള്ള ചരിത്രകഥയാണ് നിങ്ങളുമായി പറയുന്നത്. ചരിത്രത്തിലെ ഏറ്റവും പഴയ ഭൂകമ്പങ്ങളിൽ ഒന്നാണ് AD 526 ആൻറ്റിയോക്ക് അഥവാ അന്ത്യോക്യയിൽ ഉണ്ടായത്. പഴയ ബൈസന്റൈനിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ചരിത്രപ്രസിദ്ധമായ ആ പട്ടണം ഇപ്പോൾ തുർക്കിയുടെ ഭാഗമാണ്. AD 526 മെയ് 29 അന്ന് ക്രൈസ്തവരുടെ ഒരു ആഘോഷമായിരുന്നു. ക്രൈസ്തവർ അവിടെ നടത്തിയപ്പോൾ സന്ദർശകരുൾപ്പെടെയുള്ള ജനങ്ങളെ കൊണ്ട് അന്ത്യോക്യ പട്ടണം നിറഞ്ഞു കവിഞ്ഞു. പാട്ടും നൃത്തവുമായി ആഘോഷരാവിനെ വരവേൽക്കാനൊരുങ്ങുന്ന ആളുകൾ, അത്താഴത്തിനുള്ള വിഭവങ്ങൾ ഒരുങ്ങവേ തിങ്ങി നിറഞ്ഞ പട്ടണത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെപ്പോലെ ഒരു അതിഥി എത്തി. ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ അതിഥി ഒരു ഭീകര അതിഥിയായിരുന്നു. ആ ഭീകര അതിഥി മറ്റാരുമല്ല, ഭൂകമ്പമാണ്. ആദ്യം ആർക്കും ഒന്നും മനസ്സിലായില്ല. ആരോ പിടിച്ചുകുലുക്കിയ പോലെ ഭയങ്കര ശബ്ദത്തിൽ കുലുങ്ങി വിറയ്ക്കുന്ന ഭൂമി, എടുത്തെറിഞ്ഞ പോലെ തകർന്നു തരിപ്പണമായി നിലം പതിക്കുന്ന കെട്ടിടങ്ങൾ. നിമിഷങ്ങൾക്കകം ആൻറ്റിയോക്ക് പട്ടണം, അതായത് അന്ത്യോക്യ പട്ടണം, വലിയൊരു ശ്മശാന ഭൂമിയായി മാറി. ആദ്യ ചലനത്തിൻ്റെ തീവ്രത കുറയും മുമ്പേ അടുത്ത ചലനമെത്തി. തകരാതെ അവശേഷിച്ച കെട്ടിടങ്ങളിൽ കൂടി അതിൽ തകർന്നു വീണു. തുടർന്ന് അസാധാരണമായ മറ്റൊരു സംഭവം കൂടി ആ പട്ടണത്തിലുണ്ടായി. പട്ടണത്തിലെങ്ങും അഗ്നി ആളിപ്പടർന്നു. ആകാശത്തു നിന്നും ഒരു അഗ്നിഗോളം വീണതുപോലെയായിരുന്നു അത് എന്നാണ് ദുരന്തത്തെ അതിജീവിച്ചവരിൽ ചിലർ രേഖപ്പെടുത്തിയത്. തകരാത്ത കെട്ടിടങ്ങൾ ഒന്നുപോലും ഭൂകമ്പത്തിന് ശേഷം ആൻറ്റിയോക്ക് അഥവാ അന്ത്യോക്യ പട്ടണത്തിൽ അവശേഷിച്ചില്ല. ഭൂകമ്പത്തിൽ വീഴാതെ പിടിച്ചു നിന്ന സ്വർണ്ണ മേൽക്കൂരയുള്ള വലിയ പള്ളി പോലും തുടർന്നുണ്ടായ അഗ്നിബാധയിൽ പൂർണ്ണമായും കത്തിനശിച്ചു. ചരിത്രം കണ്ട ആ ഭയാനക ഭൂകമ്പത്തിൽ 3 ലക്ഷത്തിലധികം ആളുകൾക്ക്